CJPയുമായി നടന്ന മൂന്നാം ഘട്ട ചർച്ചയിൽ CJP ആവശ്യങ്ങൾ അംഗീകരിച്ച് കേന്ദ്ര സർക്കാർ. ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉൾപ്പെടെ ആവശ്യങ്ങൾ അംഗീകരിച്ച പശ്ചാത്തലത്തിൽ സമരം അവസാനിപ്പിക്കുന്നത് CJP നേതാക്കൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സർക്കാർ നൽകിയ ഉറപ്പുകൾ ചൊവ്വാഴ്ചക്കുള്ളിൽ എഴുതി നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുമടക്കിയ മോദി സർക്കാർ CJPയുമായുള്ള മൂന്നാം ഘട്ട ചർച്ചയ്ക്ക് തൊട്ടുമുന്നെയാണ് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചത് അറിയിച്ചത്. ഇതിനു പിന്നാലെ 3:30 കോൺസ്റ്റിറ്റ്യൂഷൻ ക്ലബിൽ കേന്ദ്രമന്ത്രി JP നദ്ദ, ജിതേന്ദ്ര സിംഗ് ഉൾപ്പെടെ പങ്കെടുത്തുള്ള ചർച്ചയിൽ CJP മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസുകൾ ഉടൻ പിൻവലിക്കും. കസ്റ്റഡിയിൽ ഉള്ളവരെ പുറത്തുവിടും. കൂടുതൽ കേസുകൾ എടുക്കില്ല. മരിച്ച വിദ്യാർത്ഥികളുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം 1 കോടി രൂപ നൽകണമെന്നാണ് CJP ആവശ്യപ്പെട്ടത്. സർക്കാർ ആവശ്യങ്ങൾ അംഗീകരിച്ച സാഹചര്യത്തിൽ ജന്തർ മന്ദറിലെ പ്രതിഷേധം അവസാനിപ്പിക്കുന്നതായും CJP നേതാക്കൾ പ്രഖ്യാപിച്ചു. धर्मेंद्र प्रधान जी ने इस्तीफा दे दिया है, जिसका मतलब है कि हमारी पहली मांग जो है मान ली गई है. The Cockroach Janata Party declares that we withdraw the agitation in good faith and understanding that the agreed upon terms will be executed within the agreed upon timelines. അതേസമയം 1 കോടി രൂപ നഷ്ടപരിഹാരം നൽകുന്നത് കേന്ദ്ര സർക്കാർ പൂർണ്ണമായും അംഗീകരിച്ചില്ല. നിയമപരമായി നൽകാൻ കഴിയുന്ന പരമാവധി തുക നൽകുമെന്നാണ് JP നദ്ദ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. Honorable compensation according to the rules and regulations, whatever maximum will be possible, that will be given to them. കേന്ദ്ര സർക്കാർ നൽകിയ ഉറപ്പുകൾ എഴുതി നൽകാമെന്നും അറിയിച്ചിട്ടുണ്ട്. ഈ ചൊവ്വാഴ്ചയ്ക്കുള്ളിൽ ഉറപ്പുകൾ എഴുതി നൽകും. രാജ്യത്തെ യുവജനങ്ങൾക്ക് മുന്നിൽ മോദി സർക്കാർ മുട്ടുമടക്കുമ്പോൾ ഇത് ഒരു ചരിത്രപരമായിട്ടുള്ള വിജയം തന്നെയാണ്. ജന്തർ മന്ദറിൽ നിന്നും ക്യാമറാമാൻമാരായിട്ടുള്ള ഗോപി കടവലൂർ, സഞ്ജയ്, കിരൺ രാജ് എന്നിവർക്കൊപ്പം വിശ്വ തലവൂർ.